ഫിനാലയുടെ 9ാമത്തെ ടാസ്കാണ് അവസാനിച്ചത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് ഈ ടാസ്ക് നടത്തിയതെന്ന് തോന്നിപ്പോകുന്ന ഒരവസ്ഥയാണ് നമുക്കുണ്ടായിരുന്നത്. ഗ്രൂപ്പ് കളിച്ചുകൊണ്ട് അവിടെ വിജയിച്ചിരിക്കുന്നത് 1ാം സ്ഥാനം സിജോയ്ക്ക്, 2ാം സ്ഥാനം സായിക്ക്, 3ാം സ്ഥാനം നന്ദനയ്ക്ക്. അങ്ങനെ ചേട്ടന്മാരുടെ പെങ്ങളുകുട്ടിക്ക് ഒരു പോയിന്റ് നേടിക്കൊടുക്കാനുള്ള ഒരു ശ്രമമാണ് സിജോയും സായിയും അവിടെ നടത്തിക്കൊണ്ടിരുന്നത്. അതിനു വേണ്ടിയിട്ട് ബാക്കിയുള്ളവരെ എല്ലാം ഗ്രൂപ്പായി അറ്റാക്ക് ചെയ്ത് തോൽപ്പിച്ചുകൊണ്ട് അങ്ങനെ നന്ദനയ്ക്ക് ഒരു പോയിന്റ് അവർ തുറന്നു കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ നന്ദന ഇതുവരെയുള്ള 9 മത്സരങ്ങൾക്ക് ശേഷം ഒരു പോയിന്റ് നേടിയെടുത്തിരിക്കുന്നു. ഭയങ്കര സന്തോഷത്തിലാണ് ചേട്ടന്മാരും അനീതിയും. സത്യം പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് എനിക്ക് പറയാൻ തോന്നുന്നത്, വേറെ ഒന്നും പറയാൻ തോന്നുന്നില്ല. ഈ ഗെയിം നടന്നതേ അങ്ങനെ തന്നെയാണെന്ന് പറയേണ്ടി വരും. അവിടെ ഋഷിയെ ഗ്രൂപ്പായിട്ട് അറ്റാക്ക് ചെയ്തു, ജിൻഡോയെ ഗ്രൂപ്പായിട്ട് അറ്റാക്ക് ചെയ്തു. അവിടെ അർജുനെ മനഃപൂർവ്വം അർജുന്റെ ബാഗ് പിടിച്ച് വലിച്ചുകൊണ്ട് നന്ദൻ അവിടെ വീണു എന്നുള്ളത് ശരിയാണ്. അർജുൻ വലിച്ച സമയത്ത് വീണു എന്നുള്ളത് ശരിയാണ്. പക്ഷെ മനഃപൂർവ്വം വേദനയുണ്ടെന്ന് അവിടെ ചെറിയൊരു വേദന എടുത്തിട്ടുണ്ടാവും വീണ സമയത്ത്. പക്ഷെ ബാക്കിയുള്ളത് മുഴുവൻ അഭിനയമായിരുന്നു എന്നുള്ളത് ആ മെഡിക്കൽ റൂമിൽ നിന്ന് വന്ന നന്ദനയെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, സാമാന്യം ബോധമുള്ളവർക്ക്. അവിടെ ആ ഒരു സീൻ, അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ 3 പേര് 3 സ്ഥാനങ്ങളിൽ എത്തിയിരിക്കുകയാണ്. വളരെ അറുബോറൻ ടാസ്ക് ആയിരുന്നു എന്ന് പറയേണ്ടി വരും. ഇതുവരെ കഴിഞ്ഞതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട ടാസ്ക് ഏതായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടാസ്ക് നമ്പർ 9 തന്നെയായിരുന്നു. അത് ഭയങ്കര ബോറായിട്ട് ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്.